കെ.സി. വേണുഗോപാലും പി.വി. അൻവറും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് ഇല്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതിർന്ന നേതാക്കളുമായി കെ.സി. വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചു. കെ.സി. ഇന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും. കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നില്ല എന്നാണ് കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം. ഇതെല്ലാം നിങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു കൂടിക്കാഴ്ച ആരും തീരുമാനിച്ചിട്ടില്ല, എന്നോടാരും പറഞ്ഞിട്ടുമില്ല. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയുന്നുള്ളൂ. ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ. ഇവിടെ നല്ല നേതൃത്വമുണ്ടല്ലോ. മാത്രമല്ല അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനപ്പുറത്തൊന്നും പറയാനില്ല. കാര്യങ്ങൾ നിങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ. കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, വൈകുന്നേരം കെ.സി. സംസാരിച്ചതുപോലെ അല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. വൈകുന്നേരം പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇത് മാറ്റാം എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പറയുന്നത് പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു കൂടിക്കാഴ്ച ഇന്ന് ഇല്ലാത്തത്? എന്താണ് കാരണം രാഹുൽ? ജയലക്ഷ്മി, അതായത് പി.വി. അൻവറിനെ കെ.സി. വേണുഗോപാൽ പൂർണ്ണമായും കൈവിട്ടു എന്നത് തന്നെയാണ്. UDF-ലേക്കുള്ള പ്രവേശനത്തിൽ ഇനി അവസാന പ്രതീക്ഷ കെ.സി. ആണെന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. പക്ഷേ അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാട് കെ.സി. വേണുഗോപാൽ സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം കോഴിക്കോട് 1.5 മണിക്കൂറിലധികം സമയം ഗസ്റ്റ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അൻവറിനെ കാണേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. സംസ്ഥാന നേതൃത്വം ഇവിടെയുണ്ട്, കഴിവുറ്റ നേതൃത്വമാണ്, അവർ ഇക്കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പരിഹരിച്ചുകൊള്ളുമെന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. അതായത് അൻവറിന് ഇനി UDF-ലേക്ക് വരണമെങ്കിൽ UDF-യുമായി സഹകരിപ്പിക്കാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. പക്ഷേ സഹകരണം എങ്ങനെയാകും എന്ന കാര്യത്തിലൊരു വ്യക്തത UDF ഇതുവരെ വരുത്തിയിരുന്നില്ല. അൻവർ പല കാര്യങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മുതൽ പല കാര്യങ്ങൾ മാറ്റി പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്യമെന്നത് UDF പ്രവേശം മാത്രമാണ്. അത് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചുകൊള്ളും എന്നുള്ളതാണ്. വി.ഡി. സതീശനാണ് എല്ലാത്തിനും ഉടക്കി നിൽക്കുന്നത് എന്ന് അൻവർ പറഞ്ഞതാണ്. എന്തുതന്നെ ആയാലും സംസ്ഥാന നേതൃത്വം പരിഹരിച്ചുകൊള്ളും എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ നേതാക്കൾ എന്താണോ പറയുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, അതിനനുസൃതമായി മാത്രമേ അൻവറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിനു മുകളിലേക്ക് അൻവറിൻ്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതില്ല, സംസ്ഥാന നേതൃത്വം തന്നെ ചർച്ച ചെയ്തുകൊള്ളും എന്നുള്ളതാണ്. അൻവർ കെ.സി. വേണുഗോപാലിനെ കാണാൻ ശ്രമിക്കും എന്ന് വൈകിട്ടോടെയാണ് അൻവർ തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച സമയമൊന്നും താൻ അനുവദിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഈ വിധത്തിൽ വാർത്തകൾ വരുന്നത്. അല്ലാതെ പാർട്ടിയുടെ നിലപാട് അതൊന്നുമല്ല, സംസ്ഥാന നേതൃത്വം പരിഹരിച്ചുകൊള്ളും എന്നുള്ളത് തന്നെയാണ്. അതായത് പി.വി. അൻവറിനെ പൂർണ്ണമായും കെ.സി. വേണുഗോപാൽ കൈവിട്ടു എന്ന് തന്നെയാണ്. സംസ്ഥാന നേതൃത്വം എങ്ങനെയാണോ വിഷയം കൈകാര്യം ചെയ്യുന്നത് ആ വിധത്തിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളത് കൂടിയാണ്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, എം.എം. ഹസൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൂടിയാണ് കൃത്യമായ മെസ്സേജ് പി.വി. അൻവർ വിഷയത്തിൽ താൻ ഇടപെടുന്നത്. അൻവർ കെ.സി. ചർച്ച ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നില്ല എന്നുള്ളതാണ് കെ.സി. വേണുഗോപാലിന്റെ ഒടുവിലത്തെ പ്രതികരണവും. രാഹുൽ കെ.വി. ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.